തൃശ്ശൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ കാറ് പാറമടയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. ശ്യാം, ജോർജ്, ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കാറിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അപകട സ്ഥലത്ത് നിന്ന് ലിഷോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊമ്പടിഞ്ഞാമാക്കലിൽ ഉണ്ടായ അപകടം അത് ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ ഈ കാറിൽ സഞ്ചരിച്ചിരിക്കുന്നവർ കൊമ്പടിഞ്ഞാമാക്കൽ ഭാഗത്തു നിന്ന് വന്ന് ഈ വഴി വന്ന് ഈ കൈവരിയിൽ ഇടിച്ച് കാറ് നേരെ ഈ പാറമട, മുൻപ് പാറമടയായിരുന്നു, ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്, ഇവിടേക്ക് വീഴുകയായിരുന്നു. ഈ ആഴങ്ങൾ ഇതിൻ്റെ അകത്താണ് ഇപ്പോഴും കാറുള്ളത്. 3 പേരാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. 10:30 ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായത്. ഈ പുത്തഞ്ചിറ സ്വദേശിയായ ടിറ്റോ, കുഴിക്കാട്ടുശ്ശേരി സ്വദേശിയായ ശ്യാം, കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശി ജോർജ് എന്നീ 3 പേരാണ് മരിച്ചത്. ആ ഒരു സമയത്ത് എത്ര മണിയായിട്ടുണ്ടാവും? ഏകദേശം 10 മണി. എന്തുണ്ടായത്, എന്താ സംഭവിച്ചതെന്ന് വല്ലതും അറിയാം? ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ഇവിടുത്തെ 2 വീട്ടിലുണ്ടായിരുന്നു. പിന്നെ 2 ബൈക്കാരാണ് പിന്നാലെ വന്നിരുന്നത്. അവര് കണ്ട് അവര് വിളിച്ചു പറഞ്ഞു. അവര് കയറിട്ടൊടുക്കുക ചെയ്തു തോന്നുന്നു. പക്ഷെ കയറിട്ടെടുത്തപ്പോഴേക്കും കാർ മുങ്ങിപ്പോയി. കൊണ്ടായിരുന്നു. അപ്പൊ ഈ വഴിയൊക്കെ അറിയുന്നവരാണോ അത്? അല്ല, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. ശ്യാമിന്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ഇത് എത്ര ആളുണ്ട് ശരിക്കും? ഇതൊരു 4-5 ആൾക്ക് അതിൽ മേലെ ഉണ്ടാവും. 10 അടിക്ക് മേലെ ഉണ്ടാവും. വെള്ളം ഇതായിട്ട് കണ്ടു. ഇത് എത്രത്തോളം ആളുണ്ട് ചേട്ടാ? ഇതിന് ഒരു 10-20 അടി അടിയിൽ കൂടുതൽ ആഴുണ്ട്. ഇത് ലോറിയൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കല്ല് കയറ്റുന്ന സമയത്ത്. അങ്ങനെ അത്ര ആഴുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം വന്നു. പിന്നെ അതോടെ മട നിർത്തി. ഇതിലിപ്പോ നേരത്തെ അപകടങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഇല്ല, അപകടങ്ങളൊന്നുമില്ല. ഒരു തമിഴ് നാള് മരിച്ചിട്ടുണ്ട്, സ്വയം കുളിക്കാൻ ഇറങ്ങിയിട്ട് മരിച്ചത്. ഈ കൈവരിയുടെ ഈ ഭാഗം ഇത് വലിയ ബലമൊന്നുമില്ലാത്ത, അതായത് ഒരു കാറൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാവുന്ന തരത്തിലുള്ള കൈവരി തന്നെയാണ്. കൃത്യമായ ഒരു സുരക്ഷാ കൈവരിയൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഈ കാർ നേരെ ഈ ആഴങ്ങളിലേക്ക് പോവുകയും താഴ്ന്നു പോകുന്ന സമയത്ത് കയറിട്ട് കൊടുത്തു. പക്ഷെ അപ്പോഴേക്കും കാർ താഴ്ന്നു പോയി. മരിച്ച 3 പേരുടെയും മൃതദേഹം ഏകദേശം 2 മണിയോടുകൂടി ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഈ പുറത്തേക്ക് എടുത്തത്. ആദ്യം മാളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി. പക്ഷേ ഇത്രയും ആഴമുള്ളതിനാൽ തന്നെ അവർക്ക് ഈ കാർ കണ്ടെത്താനോ ഈ ആളുകളെ പുറത്തേക്ക് എടുക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഈ ആളുകളെ പുറത്തേക്ക് എടുത്തത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക.